ആറ്റ്ലസ് ഫാഷൻ മിനർവാപ്പടി നിലമ്പൂർ. ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ മലപ്പുറം. പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ദുരിത ജീവിതത്തിന് 22 വർഷം. കുട്ടന്റെ സങ്കടം കാണാതെ ITDPയും ഗ്രാമപഞ്ചായത്ത് അധികൃതരും. 55-കാരനായ ആദിവാസി കുട്ടനാണ് തെങ്ങിൽ നിന്ന് വീണ് കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട് കഴിയുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ നഗറിലെ കുട്ടനാണ് 2007-ൽ പഞ്ചായത്ത് 70,000 രൂപ എസ്റ്റിമേറ്റിൽ നിർമ്മിച്ച വീടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്. വീടിന്റെ പകുതി ഭാഗവും തകർന്ന നിലയിലാണ്. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വീടിന്റെ തിണ്ണയിലാണ് കിടപ്പ്. 2004-ലാണ് വിധി കുട്ടന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയത്. ബന്ധുവിന്റെ വീട്ടിൽ തെങ്ങിൽ നിന്ന് നാളികേരം ഇടുന്നതിനിടയിൽ വീഴുകയായിരുന്നു. ഇതോടെയാണ് കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടത്. പഞ്ചായത്ത് ITDP അധികൃതരോട് പല പ്രാവശ്യം കുട്ടൻ തന്റെ ദുരിത ജീവിതം പറയുകയും കയറിക്കിടക്കാൻ ഒരു വീടും പുറംലോകം കാണാൻ ഒരു വീൽചെയറും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ കുട്ടന്റെ സങ്കടങ്ങൾ കേൾക്കാനും പരിഹാരം കാണാനും അധികൃതർ തയ്യാറായിട്ടില്ല. ജില്ലയിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കാൻ ഉണ്ടാകാറുള്ള പട്ടികവർഗ വകുപ്പിന്റെ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് നിലമ്പൂരിലാണ്. ഇവിടെ നിന്നും കേവലം 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുട്ടന്റെ ദയനീയ സ്ഥിതി കാണാം. എന്നാൽ അതിന് ITDP അധികൃതർ മനസ്സ് വെക്കണമെന്ന് മാത്രം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന പഞ്ചായത്താണ് ചാലിയാർ. ഓഫീസിൽ നിന്ന് 4 കിലോമീറ്റർ മതി ഇവർക്ക് കുട്ടന്റെ സങ്കടം നേരിൽ കാണാൻ. മുൻപ് കളക്ടർക്ക് കുട്ടൻ പരാതി നൽകിയപ്പോൾ റോഡ് അരികിലുള്ള ഭാഗത്ത് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞിരുന്നു. വീടും വീൽചെയറും ITDPയും പഞ്ചായത്തും ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കും. സമീപത്തുള്ള സഹോദരി നൽകുന്ന ഭക്ഷണമാണ് കുട്ടന്റെ ജീവൻ നിലനിർത്തുന്നത്. അവിടുന്ന് പാസ്സാക്കും നമുക്ക് കിട്ടൂല. ഇപ്പൊ 24 ലാസ്റ്റ് വീടിന് കളക്ടർ ഓഫീസ് കൊടുത്തിട്ട് അത് ഇതുവരെ നമുക്ക് കിട്ടിയില്ല. ഞാൻ കളക്ടർ ഓഫീസ് പോകുമ്പോൾ ഇവര് വീട് വെച്ചു കൊടുത്തു, ചെലവിന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് കള്ള റിപ്പോർട്ട് കൊടുത്ത് നമ്മളെ മടക്കുകയാണ്. ഇപ്പോൾ 2 തവണ മുച്ചക്ര വണ്ടി പാസ്സായി, അതും കിട്ടിയില്ല. ഇപ്പൊ ഒരു വീഴ്ചറും കൂടി ഇല്ല. അവിടുന്ന് ഈ കാട്ടിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാതെ നിൽക്കണം. അതേ ജീവിതം തന്നെ മടുത്ത ഇതിലാണ്. ഇപ്പോ പിന്നെ ചെലവിന്റെ കാര്യത്തിനും ഒക്കെ ബുദ്ധിമുട്ടാണ്. വീട് മാറ്റിയാൽ നന്നായല്ലേ അതിന് നമുക്ക് വന്ന് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പ്രശ്നത്തിനാണ് ഇപ്പോൾ. ഇങ്ങോട്ടാണെങ്കിൽ ഒരു മനുഷ്യ ജീവിതം വരില്ല. ഇത് കാട്ടിൽ ഇങ്ങനെ കാടും നോക്കി ഇരിക്കുക. അപ്പൊ നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മളെ ആവശ്യം. ഈ വീട് അങ്ങോട്ട് മാറ്റി കിട്ടണം ആളുകളൊട്ടൊക്കെ. പിന്നെ ഒരു ഉച്ചക്കട വണ്ടിയും കിട്ടണം. അങ്ങനെ ചെറിയൊരു പെട്ടി കടയൊക്കെ ഇട്ടിട്ട് നമുക്ക് സുഖമായി നിൽക്കണം. ഇതൊക്കെ പാസ്സായിട്ടുണ്ട്, ഒന്നും കിട്ടിയില്ല. പിന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ പറയാൻ ആരും വരില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇത് 2004 ഇവിടെ അടുത്തൊരു നമ്മളൊരു ബന്ധുവിന്റെ ചെറിയ തെങ്ങിന്ന് വീണാണ്. ഈ ചെരിഞ്ഞു വീണപ്പോ ഈ നാടി തെറ്റിപ്പോയി. അങ്ങനെ 2 കാലിന്റെയും ബലം പോയി. ഇപ്പൊ ഇത്രയും കൊല്ലായില്ല, നമുക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല സർക്കാരിന്റെ. ഈ വീട് പറഞ്ഞ 2007 70,000 ഉറുപ്പിന്റെ വീടാണ്. ഒന്നിച്ചിങ്ങനെ ആളുവാനിരിക്കുന്നു. അപ്പൊ ആകെ പൊളിഞ്ഞിപ്പോ അതിന്റെ അകത്തും കയറാൻ വയ്യ. അപ്പൊ ഈ കുണ്ടും കുഞ്ചായ കൊലയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തപ്പോ ചെയ്യുന്നു? ഇങ്ങോട്ട് ഒന്ന് പറയാൻ വരെ ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരുന്നു. നമുക്ക് അങ്ങനെ അവിടെ പോയി പറയാനുള്ള അടുത്ത ബന്ധുക്കാരില്ല. അധികൃതർ കുട്ടന്റെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പണപ്പൊയിൽ സ്വദേശിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VC ജോർജ് ആവശ്യപ്പെട്ടു. 4 തെങ്ങിൽ നിന്ന് വീണുണ്ടായ അപകടത്തിൽപ്പെട്ടതാണ് കുട്ടന്. അന്നു മുതൽ ആ മനുഷ്യൻ കിടപ്പിലാണ്. പല സഹായങ്ങൾക്കും അപേക്ഷകളും പലതും കൊടുത്തെങ്കിലും ഇന്നുവരെ യാതൊരു സഹായങ്ങളും കാര്യമായി കിട്ടിയിട്ടില്ല. അപേക്ഷകൾ കൊടുക്കുമ്പോൾ താഴേക്ക് അയക്കുന്നു, അന്വേഷിക്കാൻ പറയുന്നതല്ലാതെ ഇന്നുവരെ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ പഴയ വീടാണിത്, പണ്ട് കൊടുത്ത വീടാണ്. അതെല്ലാം ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് തകർന്നിരിക്കുകയാണ്. ആ മനുഷ്യന് കിടക്കാൻ സ്ഥലമില്ല. ഒരു ചെറിയ ആ തിണ്ണയിൽ മാത്രമാണ് കിടക്കണത്. അതിൻ്റെ ഉൾപ്രദേശം വീടിൻ്റെ ഉള്ളെല്ലാം ഇടിഞ്ഞു ചാടി മഴ നനഞ്ഞ് കിടക്കുന്നത് കൊണ്ട് കിടന്നുറങ്ങാൻ ഏത് സമയത്തും വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ITDP ഇന്ന് വരെ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയോ അതിനുവേണ്ട സഹായം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഇയാൾക്കൊരു മുച്ചക്രവാഹന സൈക്കിൾ കൊടുക്കുകയാണെങ്കിൽ പുറത്തിറങ്ങുകയാണെങ്കിലൊരു സാഹചര്യം ഉണ്ടായാൽ അതും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിച്ച് ഇവരിന് വേണ്ടത് എല്ലാ സഹായം കൊടുക്കാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദിവാസി ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പും കോടികളുടെ ഫണ്ടും ഉള്ളപ്പോഴാണ് 22 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ആദിവാസിയായ കുട്ടൻ പുറംലോകം കാണാതെ കഴിയുന്നത്. കുട്ടന് നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുടർന്ന് ലഭിക്കാൻ ഈ മാസം 30-ന് മുൻപ് പുതുക്കി അപേക്ഷ നൽകേണ്ടതുണ്ട്. ഇതിന് പോകാൻ വണ്ടി വിളിക്കാനുള്ള പണം പോലുമില്ലെന്ന് കുട്ടൻ കണ്ണീരോടെ പറയുന്നു. നമ്മുടെ നാട്ടിലാണ് ഈ ദുരിത കാഴ്ച എന്നത്
ഏറെ നൊമ്പരം ഉയർത്തുന്നതാണ്. A+ വിഷൻ, ചാലിയാർ. നിലമ്പൂർ അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ.